ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ പുസ്തക പരിചയം എന്ന ഒരു കാര്യത്തിൽ പുസ്തകത്തിലുള്ള ഏതാനും അതല്ലെങ്കിൽ 9 കഥകളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആ കഥകൾ മാത്രമായി കൊണ്ട് ശ്രീവത്സനെ കാണുക, പറയുക എന്നത് തുലോം പ്രയാസമാണ് എന്നതാണ് വാസ്തവം. നേരത്തെ ഇവിടെ സംസാരിച്ചവരുടെ എല്ലാം KC പോലെ അദ്ദേഹം അതിന് എഴുതിയിട്ടുള്ള പുസ്തകത്തിന് എഴുതിയിട്ടുള്ള കുറിപ്പ്, ആമുഖക്കുറിപ്പ് ഉൾപ്പെടുന്ന അതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പ്രകാശന ചടങ്ങിനെ കുറിച്ച് അതിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുമ്പോൾ മുമ്പ് നിസ്സാരോപദേശ കഥകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയതിൻ്റെയും കൂടി ഓർമ്മയിൽ 2-ാം നമ്പർ കഥയെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് പറഞ്ഞത്. കാരണം ഒരു ജീവിതം, ഒരു സംസ്കാരം, ഒരു പ്രദേശം, ഒരു അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഭൂമിശാസ്ത്രം, ഇങ്ങനെ സകലതിൻ്റെയും സംഘാതമായി വരുന്ന ഒന്നിൽ ഒരു കഥ അഗ്രഹാരക്കോലം ആക്കി കൊണ്ടുപോയി നിർത്തുക എന്ന വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആഖ്യാന സാധ്യത, അത് ശ്രീവത്സൻ അത് ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായിരിക്കുന്നു. അപ്പൊ അതുപോലെയുള്ള അതിൽ ഒരു ചുവട് പോലും, അല്ലെങ്കിൽ നാം പറയുന്നത് പോലെ ചെറുകഥയിൽ അദ്ദേഹത്തിന്റെ കഥകൾക്ക് കുറച്ച് ദൈർഘ്യം കൂടുതലാണ്. പക്ഷേ ഈ കഥ വായിക്കുന്ന ഒരാൾക്കറിയാം അത് പിന്നെ ഇതിൽ ഈ കഥയെക്കുറിച്ച് നിരീക്ഷിച്ചിട്ടുള്ളവരും പറയുന്നത് അതിലൊരു വാക്കുപോലും പക്ഷേ നമുക്ക് മാറ്റാൻ കഴിയില്ല എന്ന സുപ്രധാനമായ ഒരു കാര്യം. അത്രമേൽ വലിയ ജാഗ്രത ശ്രീവത്സന്റെ എഴുത്തിനുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാനും വായിച്ചു. അത് കൗതുകത്തോടെ തന്നെയാണ് വായിച്ചത്. നമ്മൾ ശ്രീവത്സനെ വായിച്ച ഒരാൾ പറയുന്ന ആ വാചകങ്ങൾ അല്പം കൗതുകത്തോടെയാണ് കേൾക്കുക. തൻ്റെ ലോകം ചെറുതാണ് എന്നും അല്ലെങ്കിൽ ഇതുപോലെയുള്ള, ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീവത്സനെ പോലെ ഒരാൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ബഹുമുഖത്വമുണ്ട്. അതിലൊരു സ്കോളർ ആയിട്ടുള്ള ശ്രീവത്സന് ഇതൊന്നും പ്രശ്നമല്ല, അത് ഫാക്റ്റാണ്. ഇപ്പൊ നേരത്തെ നമ്മുടെ ശങ്കുണ്ണിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വലിയ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും എഴുത്തുമാണ് ആശയങ്ങളുടെ വലിയ ലോകമാണ്. അവിടെ ആ ആശയങ്ങൾ നിങ്ങൾ കാണുന്നില്ലയോ എന്നുള്ളത് ഒബ്സർവേഷൻസ് പ്രശ്നമല്ല. പക്ഷെ ഒരു എഴുത്തുകാരൻ എപ്പോഴും ഒരു വികാരജീവി കൂടിയാണ്. ആ വൈകാരികതയുടെ അംശം അയാളിൽ ഉള്ളത് കൊണ്ടുകൂടിയാണ് അയാൾ കഥ എഴുതുന്നത് അല്ലെങ്കിൽ കവിത എഴുതുന്നത്. ശ്രീവത്സൻ അങ്ങനെയൊക്കെ വിഷാദവാനായി പ്രത്യക്ഷപ്പെടുമ്പോഴും താൻ എഴുത്തുകാരനാണ് എന്നൊരു സിഗ്നേച്ചർ മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സന്തോഷിക്കാം, നിരാശനാകാം, കരയാം, ചിരിക്കാം. ഈ വൈകാരികതയുടെ പല ഭാവങ്ങൾ തുടർച്ചയായി പ്രത്യക്ഷമാകുന്ന വൈകാരികത ഉണ്ടെങ്കിലേ അത് അനുഭവിക്കുമ്പോഴേ ശരിക്കും തീവ്രമായ എഴുത്ത് രൂപപ്പെടുകയുള്ളൂ. അപ്പൊ അതിന്റെ ഏതോ മുഹൂർത്തത്തിൽ ശ്രീവത്സൻ അവിടെ അങ്ങനെ എഴുതുന്നു. മറ്റൊരു സമാഹാരത്തിന്റെ ആമുഖത്തിൽ ഒരുപക്ഷെ മറ്റൊരു ഭാവപ്രകടനമായിരിക്കാം ഉണ്ടാവുക. അത് സംഭവിച്ചു കൊള്ളട്ടെ. പക്ഷേ കഥാകൃത്ത് എന്ന നിലയ്ക്കുള്ള ശ്രീവത്സന്റെ ഒരു കാര്യം, ഇപ്പോ ഒരു കൃതിക്ക് അല്ലെങ്കിൽ ഇതിൽ എഴുതുമ്പോൾ കൽപ്പറ്റ നാരായണൻ അവസാനിപ്പിക്കുന്നത് ഈ കഥകൾ എന്നെ എങ്ങനെ വർദ്ധിപ്പിച്ചു എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. KC പറഞ്ഞതുപോലെ ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. ഈ പുസ്തകമല്ല, ശ്രീവത്സന്റെ കഥകൾ നിങ്ങൾ വായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് കുറെ കൂടി സ്വയം വർദ്ധിക്കാൻ, സ്വയം വളരാൻ അത് സഹായിക്കും എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ നഷ്ടം നമ്മുടേതാണ്, വായനക്കാരുടേതാണ് എന്ന് നേരത്തെ തമാശപൂർവ്വം KSRTCയെ കുറിച്ച് പറഞ്ഞതിന്റെ ചുരുക്കം അതാണ്. പിന്നെ ശ്രീവത്സന്റെ ഈ പുസ്തകത്തിലും ഇപ്പൊ ക്ലൗഡ് മെസ്സഞ്ചർ ആയാലും, അല്ലെങ്കിൽ ഒറ്റ ചക്കിലിയൻ, ഒറ്റ, യാതനാ ശരീരം, മായാണ്ടി, അല്ലെങ്കിൽ ബാലസാഹിത്യം, ഇങ്ങനെ നിരവധി ഈ പറഞ്ഞ ശീർഷകങ്ങളിലൊക്കെയുള്ള ഏറ്റവും ഒടുവിലത്തെ കഥയുടെ ശീർഷകം ഞാനെണ്ണ, മണ്ണെണ്ണ, തീപ്പെട്ടിക്കൊള്ളി, അങ്ങനെയുള്ള വിചിത്രമായ ശീർഷകങ്ങൾ, വിചിത്രമായ അനുഭവ ലോകം, ഈ വിചിത്രമായ കാര്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അനുഭവത്തിന്റെ വളരെ സൂക്ഷ്മമായ
വളരെ ജാഗ്രതയുള്ള സമീപനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ഇപ്പൊ ഉദാഹരണം ഇവിടെ പല കഥകളും സൂചിപ്പിക്കപ്പെട്ടതാണ്. ഞാൻ മറ്റൊരു ഇത് പറയുകയാണ്. ഇപ്പൊ എൻ്റെ പോലെ ഒരു ഒരു കഥയുടെ പേര് കൊടുക്കുക എന്നത് ആലോചിച്ച് നോക്കുക. അത് ഈ കഥയിൽ പുസ്തകത്തിലുള്ളതല്ല. ആ എൻ്റെ എന്നത് ഒരു കഥാ സാഹിത്യത്തിന്റെ മാത്രമല്ല, നമ്മുടെ ഭാഷാ ചരിത്രത്തെ തന്നെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഷീവത്സൻ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ കൾച്ചറലായ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന സയന്റിഫിക് അപ്രോച്ച്, അങ്ങനെയുള്ള സകല സയന്റിഫിക് ടെമ്പറമെന്റ് എല്ലാം ഈ എഴുത്തുകളിൽ പിന്നെ സങ്കലിതമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ എവിടെ വെച്ച് ഇത് മാറുന്നു? പക്ഷെ അതിനെ നരേറ്റീവിന്റെ ഒരു ത്രെഡിൽ, ആ നരേറ്റീവിന്റെ മാസ്മരികമായ ഒരു ഇടത്തിൽ നിർത്താൻ കഴിയുന്നത് കൊണ്ടാണ് ഷീവത്സനെ വായിച്ചു തുടങ്ങിയാൽ നിർത്താൻ കഴിയാതെ വരുന്നത്. അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവങ്ങളുടെ, വികാരങ്ങളുടെ ലോകത്തേക്ക് എത്തുമ്പോൾ തന്നെ വിവരങ്ങളുടെയും കൂടി ലോകത്തേക്ക് സ്വാഭാവികമായി പ്രവേശിച്ചേ മതിയാവും. വിവരത്തിന്റെ ഒരു അംശം നിങ്ങൾക്ക് നൽകുന്നില്ലെങ്കിൽ അത് എഴുത്ത് അല്ല എന്ന് അഭിപ്രായപ്പെട്ട മിലൻ കുന്ദേരയെ പോലുള്ള ആൾക്കാരെ കുറിച്ച്. അപ്പൊ കുന്ദേരയെ പോലുള്ള ഒരു വീക്ഷണമാണ് എഴുത്തിനെ കുറിച്ച്. ആനന്ദിന് അതുപോലെയുള്ള വലിയ വീക്ഷണമുണ്ട്. സക്കറി അത്ഭുതപ്പെടുത്തുന്ന വിധം പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രീവത്സൻ അറിഞ്ഞോ അറിയാതെയോ ആനന്ദിനെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ ആനന്ദിന്റെ ഒരു ഭാവവും വെച്ചുകൊണ്ടല്ല, ഏറ്റവും ഋജുവായി പറയുന്നു കാര്യങ്ങൾ. ഋജുവായ സമീപനമാണ്. എന്നാൽ അതിന്റെ കാൽപ്പനിക ഭാവങ്ങളെ മാറ്റി നിർത്തുന്നു. അതെനിക്ക് വളരെ വ്യത്യസ്തമായി ഒരു വായനയായി തോന്നി. കാരണം ഒരു നിലയ്ക്കും ഷീവത്സനെ വായിക്കുന്ന ഒരാൾ പെട്ടെന്ന് ആനന്ദിന്റെ ക്രാഫ്റ്റുമായിട്ട് അതിനെ താരതമ്യം ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ആനന്ദിനേക്കാൾ വൈകാരിക അംശം നിശ്ചയമായിട്ടും ഷീവത്സൻ കഥയിൽ തുടരെ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നു. പ്രത്യേകിച്ചും ഗന്ധമാദനം പോലെയൊക്കെയുള്ള കഥകൾ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള കഥകളില് പല കഥകളും, ഇപ്പൊ ഞാൻ പറയാൻ വന്നത് എൻ്റെ പോലൊരു കഥയിൽ അതിന്റെ കാരണം പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോ അതിൽ ഇന്ദുലേഖ വരുന്നു, പഞ്ചുമേനോൻ വരുന്നു. പഞ്ചുമേനോൻ പോർക്കലി ഭഗവതി സത്യമാണ്, അല്ലെങ്കിൽ മുമ്പിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ പിന്നെ ഇന്ദുലേഖയെ മാധവന് കൊടുക്കില്ല എന്ന ശപഥത്തിന്റെ സത്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് അതിൽ പിന്നെ എന്താ പറയാ ഒരു പശ്ചാത്താപം തോന്നുകയും പിന്നെ അതിന് മാറ്റം വരുത്തണം, ഇങ്ങനെ താൻ പറഞ്ഞതിലുള്ള ഒരു പ്രശ്നം എങ്ങനെ തരണം ചെയ്യാം എന്ന ചോദ്യത്തിന്റെ ഒരു മറുപടി, അതിന്റെ ഒരു വിഷയം അതാണ്. അപ്പോഴാണത് നമ്മുടെ ഭാഷ എന്നത് സ്വാഭാവികമായി ലിപി കേന്ദ്രീകൃതമായതിന്റെ സൗകര്യത്തെ കുറിച്ചൊക്കെ പറയേണ്ടി വരിക, ചിന്തിക്കേണ്ടി വരിക. അങ്ങനെ ഈ നിരവധി ഇതിലുള്ള മുഴുവൻ അക്ഷരങ്ങളും ആ അക്ഷരങ്ങളെ വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ നിർമ്മിച്ച് ഇത് പിന്നെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തുകൊണ്ട് ഈ സത്യത്തിന്റെ പ്രശ്നത്തെ മറികടക്കാമെന്ന് പറയുന്നത് ഈ അണ്ണാത്തി വൈദ്യരാണ് ഇതിലെ കഥാപാത്രം. അങ്ങനെ ഇന്ത്യയും അതിലൊന്നുകൂടി പറയുന്നുണ്ട്, വെള്ളിയേക്കാൾ നല്ലത് സ്വർണം തന്നെ ആയിരിക്കും എന്നും കൂടി പ്രത്യേകമായ ഉപദേശത്തിലുണ്ട്. ഏതായാലും ഈ അക്ഷരങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ ഇന്ത്യ ലഭിക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്, അണ്ണാത്തി വൈദ്യർക്ക്. കഥ വായിച്ചവർക്ക് അറിയാം. ഞാൻ പറയാൻ വരുന്നത് അവിടെ നിന്ന് അതിൽ അട്ടുകൃഷ്ണൻ എന്ന അദ്ദേഹത്തിന്റെ അടുത്ത ജനറേഷനിൽ വരുമ്പോൾ നൊസ്സനായ ഒരു മനുഷ്യനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ കഥ പോകുന്ന പോക്ക്, ആഖ്യാനത്തിന്റെ വലിയ ഒരു അവസ്ഥ, അനുഭവം, അതുപോലെ ചരിത്രം, സംസ്കാരം, അതെല്ലാം എങ്ങനെ ഒരു ഇതിലേക്ക് ഒഴുകി എത്തുന്നു എന്നതാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇതിലുള്ള എല്ലാ കഥകൾക്കും ബാധകമാണ്. അതിലേക്ക് പറയുന്നതിന് ആമുഖമായി പറയുന്ന ഒരു കാര്യമാണ്. ആ ഇന്ത്യയുടെ സ്വർണ്ണ അവസ്ഥയുമായി നടക്കുന്ന ഇയാൾ അവസാനം ഒരു സ്ത്രീ ഇയാളെ പ്രാപിക്കുന്ന സാഹചര്യമുണ്ട്, അട്ടുകൃഷ്ണനെ. ഇന്ത്യ എന്നത് സംയോഗത്തിൽ കിടക്കുന്ന ഒരു ഭാഷ അക്ഷരം പോലെ ആയിത്തീർന്ന് അതിന്റെ ദൗത്യം പൂർത്തിയാകുന്നതായി പറഞ്ഞുകൊണ്ട് ആ നരേറ്റീവിൽ നമുക്ക് അവിശ്വസനീയമായ പല അടരുകൾ സൃഷ്ടിച്ചുകൊണ്ട് ശ്രീവത്സൻ അതിഗംഭീരമായി നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട് കഥാകൃത്ത് എന്ന നിലയിൽ. ഇങ്ങനെ ഏത് കഥയെടുത്താലും അതുകൊണ്ടാണ് 3 സ്ത്രീകളുടെ അമ്മയായ ഒരാൾ തൻ്റെ ഗുരുനാഥനെ കാണാൻ പോകുന്ന പിന്നെ
ആളോട് ചേർന്ന് അതിനോട് ബന്ധപ്പെട്ട് ഗന്ധത്തിലൂടെ രൂപപ്പെടുന്ന ഗന്ധത്തിന്റെ രതി കൽപ്പനകളിലേക്കോ അല്ലെങ്കിൽ ഗന്ധം ഒരു വലിയ തോതിലുള്ള അത് ഭയങ്കര രസകരമായിട്ടാണ് അതിൽ പറയുന്നത്. അതിൽ നമ്മൾ പറയുന്ന ഇറോസും സാനോസ് എന്നുള്ള ടെർമിനോളജിയൊക്കെ വരുന്നു. ഒരു രതികാമനിയും മൃതികാമനിയെ മാറ്റിവെച്ചുകൊണ്ട് വാർദ്ധക്യത്തിലുള്ള ഈ സ്ത്രീ അവരോട് പുലർത്തുന്ന ഇയാളുടെ തീവണ്ടി മണത്തെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന, അവിടെ ആലോചിച്ചു നോക്കൂ, അതീവ നിർബാധമായ എഴുത്തെന്ന് പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോലെ നിർഭയമായ എഴുത്താണ് ശ്രീവത്സന്റെ. അതിൽ മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള ഒരു ജീവിയുടെ സകല ചോദനകളും സൂക്ഷ്മമായി സ്പർശിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ മേതിലിന്റെ ഒരു മെറ്റഫർ എടുത്ത് പറഞ്ഞാൽ ഒരു കയ്യുറയുടെ അകം പുറമാക്കി പരിശോധിക്കുന്നത് പോലെയാണ് ശ്രീവത്സൻ എഴുത്തിൽ തന്റെ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അത്ര കണ്ട് സൂക്ഷ്മമായിട്ടാണ്. ഇനി ബാക്കി പറയാനില്ലാത്ത വിധം. അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് പലതും എഴുതാൻ പറ്റുമോ എന്ന ചോദ്യം കൽപ്പറ്റ രസകരമായി ചോദിക്കുന്നുണ്ട്. ആവിഷ്കരിക്കാൻ പറ്റാത്തതിനെ ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് ആവിഷ്കരിക്കാൻ കഴിയാത്തതിന്റെ പ്രതിവിധിയാണോ എഴുത്ത് എന്ന ചോദ്യത്തിനും വലിയൊരർത്ഥത്തിൽ നിത്യമായ ഉത്തരമായി മാറുകയാണ് ശ്രീവത്സന്റെ കഥകൾ. അക്കാര്യത്തില് നമുക്ക് സന്ദേഹിക്കാൻ ഒന്നും തന്നെയില്ല. അത് ഇപ്പൊ ഇതിൽ ബഷീറിനെ കുറിച്ചുള്ള നമ്മളുടെ ക്ലൗഡ് മെസ്സഞ്ചറിലെ കഥയിലെ ബഷീറിന്റെ കഥ, സജു, റുബീന അവരുടെ ഒത്തുവാഴ്വ്, കൊറോണ കാലത്ത് തുടങ്ങുന്ന അവര് അല്ലാത്ത സമയത്തൊക്കെ 2 ബെഡ്റൂമുകളിൽ സെക്ഷുവലായി മാത്രം ഉള്ള സന്ദർഭങ്ങൾക്ക് മാത്രമായി വേറൊരു കട്ടിൽ പോലുള്ള പുതിയ നിയമാവലികളും പുതിയ ലിവിങ് ടുഗദറിന്റെ പുതിയ രീതികളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പോക്ക് അല്ലെങ്കിൽ ആ നെറേറ്റീവ് പക്ഷെ വികസിക്കുന്നത് സ്വാഭാവികമായും എന്താണ് ബഷീർ എന്നതിന്റെ വിശകലനമാണ്. ബഷീർ ആണുങ്ങൾക്ക് പ്രിയപ്പെട്ടതായി ഇരിക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് പ്രിയങ്കരനാണോ? അപ്പോ അതുപോലെയുള്ള ചില പ്രയോജനങ്ങൾ എന്താ പറയാ, സ്ത്രീ ഡബിൾ ക്രൂരയാണ് എന്നൊക്കെ ബഷീർ എഴുതുന്നതിനെ സ്ത്രീ എങ്ങനെയാണ് കാണുന്നത് എന്ന് റുബീനയോട് കൗതുകത്തോടെ ചോദിക്കുന്ന സജു. അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവ് മാറ്റുകയാണ് ബഷീറിനെ സംബന്ധിച്ച്. ബഷീർ എങ്ങനെ ആണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ സംബന്ധിച്ച് പല സമയത്ത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ട്രോൾ പോലെ നിരവധി വാക്കുകൾ കൊണ്ട് സ്ത്രീകളെ അദ്ദേഹം, അപ്പോ ഈ കാര്യത്തെക്കുറിച്ച് ഒരു പുതിയ വെളിച്ചം റുബീനയ്ക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞു വരുമ്പോ ഒരു ആപ്പിനെ കുറിച്ചുള്ള ചർച്ചയായിട്ട് ഇത് മാറുന്നു. ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ആപ്പ് രൂപപ്പെടുത്താനും അത് വളരെ രസകരമാണ്, അതിന്റെ വരവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ വരുമ്പോ അത് പക്ഷേ ജീവിതത്തിന്റെ ഏറ്റവും ദുഃഖഭരിതമായ കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ എത്തുന്ന അപ്രതീക്ഷിതമായ സ്ത്രീയുടെ ക്ലീനിങ് സ്പർശം പോലെ ഗ്ലാസിൽ ഒരു ആപ്പ് സാധ്യമാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ഇതിന്റെ ഇടയിൽ ഒരു ഇടപെടൽ സാധ്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അതിലേക്ക് വരുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട്. ഏതായാലും അത് മാരാരെ കുറിച്ചുള്ള മാരാർ ആപ്പാണോ നല്ലത്, ബഷീർ ആപ്പ്, അങ്ങനെ പല ചർച്ചകളും നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കമന്റ് ഉണ്ട്, അല്ല മാരാരൊക്കെ ഇപ്പൊ മാരാരുടെയൊക്കെ ഒരു കാലം കഴിഞ്ഞ മട്ടാണ്, ഇനിയിപ്പോ നമ്മൾ ബഷീർ ആകുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ കുറെ ആളുകളൊക്കെ സംഭവമൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ബഷീർ ആപ്പ്, ബഷീറിയൻ എന്നുപോലുമല്ല, ബഷീർ ആപ്പ് എന്ന പേരിൽ അതിന്റെ ഡാറ്റ മുഴുവൻ അവിടുന്ന് അങ്ങോട്ട് ഈ കഥ മാറുകയാണ്. അവിടുന്ന് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികതയും ശാസ്ത്ര ലോകത്തിന്റെയും കൂടി ആയി മാറുകയാണ്. ജർമ്മൻ സംഗീതജ്ഞനായ ബാഹിന്റെ ആപ്പ് സൃഷ്ടിച്ച്, ബാഹ് AI നിർമ്മിത ബുദ്ധി ബാഹിന്റെ മ്യൂസിക് പിന്നീട് സൃഷ്ടിച്ച് സംഗീത വിദ്വാൻമാർ പണ്ഡിതർ ഇത് കേട്ടപ്പോൾ AI സംഗീതമാണ് ബാഹ് ഒറിജിനൽ എന്നും ഒറിജിനൽ ബാഹ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും തെറ്റിദ്ധരിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ പുതിയ കാലത്തിന്റെ വലിയ സന്ദിഗ്ധതകളിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ബഷീറിന്റെ ഡാറ്റ മുഴുവൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ AIക്ക് ബഷീറിന്റെ സാഹിത്യം കൊടുത്താൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടോ എന്ന് നോക്കിയാൽ ധാരാളം നിർദ്ദേശങ്ങൾ AI നൽകും. ബഷീറിന്റെ സാഹിത്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ബഷീറിന്റെ ഡാറ്റ വെച്ച് തന്നെ അങ്ങനെ ഇതിന്റെ അടുത്ത സാധ്യതയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ഈ ഒറിജിനാലിറ്റി എന്ന സങ്കല്പം തന്നെ വലിയ വലിയ ചോദ്യമായി മാറുന്ന, അത് നേരത്തെ തന്നെ ചോദ്യമാണ്, പക്ഷേ AI ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും അപ്പൊ അത് എങ്ങോട്ട് പോകുന്നു. അതിന്റെ പിന്നടുത്തത് അതിന്റെ ആപ്പുമായി ബന്ധപ്പെട്ട ഡാറ്റകളുടെ കുറച്ചുകൂടി വലിയ ശാസ്ത്ര
മണ്ഡലത്തെ അദ്ദേഹം സ്പർശിക്കുന്നു. അപ്പൊ നരേറ്റീവ് അങ്ങനെ പോയി അതിന്റെ പല തലങ്ങളിലേക്കും നീങ്ങി അത് ഭാവിയുടെ പുതിയ സാധ്യതകളുടെ കൂടി ഒരു വലിയ നരേറ്റീവ് ടെക്സ്റ്റായിട്ട് പരിണമിക്കുകയാണ്. അവിടെ ശ്രീവത്സൻ എന്ന സ്വാഭാവികമായി എത്ര മാറ്റി നിർത്തിയാലും ഭാഷാ പണ്ഡിതനായ ശ്രീവത്സനായാലും കഥാകൃത്ത് ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യുന്നതിന്റെ നാം പറയുന്ന സർഗാത്മകമായ അനുപാതം അത് അതിഗംഭീരമായി മനോഹരമായി മാത്രം ചെയ്യാൻ എപ്പോഴും ശ്രീവത്സന് കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ലോക്കോ പൈലറ്റിന്റെ ജീവിതം അല്ലെങ്കിൽ രവിയേട്ടൻ എന്ന കഥാപാത്രം ഒറ്റച്ചക്കിലിയനെ അവതരിപ്പിക്കുന്ന കണ്യാർ കളിയിലെ ഒരാളായി പരിണമിക്കുന്നതിന്റെ വലിയ ഒരു നീണ്ട ഗാഥയായി മാറുന്ന ഒറ്റച്ചക്കിലിയൻ എന്ന കഥ അതിൽ നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കണം. ആ കഥയെക്കുറിച്ച് കഥാപാത്രത്തെക്കുറിച്ച് ഈ കണ്യാർ കളി എന്ന് പറയുന്ന കലാരൂപത്തെക്കുറിച്ച് ഒക്കെയുള്ള പരിജ്ഞാനത്തിന്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് ആ ഒറ്റച്ചക്കിലിയനെ എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു, ഒരാളുടെ ജീവിതത്തിന്റെ രണ്ട് വഴികളിൽ ഈ കഥ നീണ്ടു വരികയാണ്. അപ്പൊ ഈ രീതിയിലാണ് തുടർച്ചയായിട്ട് അദ്ദേഹം നടത്തുന്ന സമീപനങ്ങളും ഈ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ രീതിശാസ്ത്രവും അതൊരേ സമയം തന്നെ നേരത്തെ പലതവണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകത്തിലെ കഥകൾക്കും അതേ പ്രത്യേകതയാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാലസാഹിത്യം എന്ന കഥയിൽ വിചിത്ര ഭാഷ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു സംഗതി പറഞ്ഞ് അദ്ദേഹം അതിലൂടെ വരുന്നു. ഈ അവസാനത്തെ കഥയിലും ഇങ്ങനെയുള്ള വിചിത്ര ഭാഷകളെ കുറിച്ചുള്ള പ്രത്യേകമായ ഗെയിമിങ്ങിന്റെ പല സാധ്യതകൾ സൂചിപ്പിക്കും. ഇങ്ങനെ നിരവധി മേഖലകളെ ഒരേ സമയം കൊണ്ടുവരുന്ന ഏകോപിപ്പിക്കുന്ന അത്യസാധാരണമായ അനന്യമായ എഴുത്താണ് ശ്രീവത്സന്റെ എന്നുള്ളതിൽ ഒരു സന്ദേഹവുമില്ല. ഒരിക്കലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഇടങ്ങളെ മാത്രം കഥയിൽ അദ്ദേഹം കൊണ്ടുവരുന്നു. മുമ്പ് ഞാൻ ഓർക്കുന്നത് സക്കറിയയുടെ ഉണ്ണി എന്ന കുട്ടി എന്നതുപോലെ വളരെ വളരെ മൈന്യൂട്ടായ വളരെ ചെറിയ ഒരു ഇടത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ തെങ്ങിന്റെ മടലിനോട് ചേർന്ന സ്പേസിനെ കുറിച്ച് സക്കറിയ പറയുന്നത് പോലെ ഉള്ള ഒരു ആഖ്യാനത്തിൽ ആ കഥ അങ്ങനെ വളരുന്നത് ഓർക്കുന്നുണ്ട്. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരം ഇടങ്ങൾ എല്ലാ മനുഷ്യരും അതിൽ ഒളിച്ചിരിക്കാനും ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. ശ്രീവത്സൻ പോയി അത്തരം ഇടങ്ങളെ പതുക്കെ പതുക്കെ കൊണ്ടുവരികയും പുനരാവിഷ്കരിക്കുകയും മനുഷ്യനെന്ന ഈ ജീവി അതിൻ്റെ എല്ലാ ഒരു വശത്ത് അതിൻ്റെ ജൈവിക ചോദനകളെ എങ്ങനെയെല്ലാം പ്രകടിപ്പിക്കുന്നു എന്ന് സാഗൂതം തൻ്റെ കഥകളിലൂടെ അതിശക്തമായി പറയുകയും ആവിഷ്കരിക്കുകയും അമ്പരപ്പിക്കുന്ന വിധം ഒരു വെളിപാട് പോലെ നമ്മളിലേക്ക് പ്രക്ഷേപിക്കുകയും ചെയ്യുന്നു ഒരു വശത്ത്. അതേസമയം തന്നെ നമ്മുടെ എല്ലാ കുതിപ്പുകളെയും ചിന്തകളെയും സംസ്കാരത്തെയും ശാസ്ത്രത്തെയും അത് അതിഗംഭീരമായി ഒരുമിച്ച് തൻ്റെ ഈ നരേറ്റീവിന്റെ ഗാത്രത്തിൽ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന അത്യസാധാരണമായ, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇന്നലെ എഴുതിയ രണ്ട് വാചകം അപൂർവമായി അസാധാരണമായി ആഴത്തിൽ മാത്രം ടി ശ്രീവത്സൻ കഥ എഴുതുന്നു. അത് മാത്രമാണ് ടി ശ്രീവത്സൻ എന്ന കഥാകൃത്ത്. അതുകൊണ്ട് തന്നെ ഈ കഥയും ഇതിനു മുൻപുള്ള പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ എഴുത്തെല്ലാം മൂല്യവത്താണ്, വിലപ്പെട്ടതാണ്. അത് നമ്മുടെ ഭാഷയുടെ കനം ഒന്നുകൂടിയല്ല വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും വളർത്തുന്നു, വർദ്ധിപ്പിക്കുന്നു. മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.